ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സങ്കടവും സന്തോഷവും ഒക്കെയുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് തുറന്ന ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നലെയായിരുന്നു ഞാൻ വീഡിയോ കണ്ട ടൈമിൽ വല്ലാതെ അങ്ങ് സങ്കടം തോന്നിപ്പോയി. സങ്കടവും സന്തോഷവും ഒക്കെ കൂടി കലർന്ന പോലൊരവസ്ഥ. മസ്റൂറ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ, ഇതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ ഹസ്ബൻഡിൻ്റെ മരണമൊക്കെ ആയി ബന്ധപ്പെട്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ തന്നെ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. പിതാവില്ലാതെ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു ഉമ്മ, റബ്ബർ പാല് അതൊക്കെ എടുത്തിട്ടാണ് മക്കളെ പോറ്റുന്നത്. അതിനിടയിൽ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ജീവിതമാർഗ്ഗം ആകുമല്ലോ, അത് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്നത്. കുറേ അധികം കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു ഉമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റെസ്പെക്റ്റ് തോന്നുന്നു. ആ ഒരു ലേഡിയോട് വളരെയധികം റെസ്പെക്റ്റ് തോന്നുന്നു. അപ്പോൾ അവർക്ക് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, അവർ പോസ്റ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അത് 1-2 തവണ ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട്. കാരണം അതിലെങ്കിൽ അവർക്ക് വ്യൂ കയറിക്കോട്ടെ, അങ്ങനെയെങ്കിലും ഒരു എമൗണ്ട് അവർക്ക് കിട്ടുമ്പോൾ അത് നല്ലൊരു കാര്യമല്ലെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ഇപ്പം ഞാൻ കണ്ട ആ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് സമ്മാനങ്ങൾ കിട്ടിയെന്നുള്ള ആ ഒരു ടൈറ്റിൽ ഞാൻ കണ്ടു. അപ്പം ഞാൻ വെച്ചാൽ യൂട്യൂബിൽ നിന്ന് സമ്മാനങ്ങൾ അങ്ങനെ അയച്ചു കൊടുക്കുമോ? അതെന്തോളി, പൊതുവെ പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നമുക്കറിയാമല്ലേ. പക്ഷെ ഇതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഉംറക്ക് പോകുന്ന ഒരു ഇത്ത അവർക്ക് സമ്മാനങ്ങൾ അയച്ചു കൊടുത്തത്. സമ്മാനങ്ങളിൽ നിന്ന് കുട്ടികൾക്കും അവർക്കൊക്കെയുള്ള സ്വീറ്റ്സ് ആയിക്കഴിഞ്ഞാലും ഡ്രസ്സായാലും അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരുടെ ആ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടമാവുന്നു. കാരണം അർഹിക്കുന്നവരിലേക്ക് നമ്മുടെ പണമായാലും ഇനിയൊരു ചെറിയൊരു മുട്ടുസൂചി ആയാലും കൊടുക്കുമ്പോൾ അതിന് വലിയൊരു വാല്യൂ ഉണ്ടല്ലേ. ആ ഒരു മൂല്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോനെ കുറച്ച് പോർഷൻസ് ഒന്ന് കാണാം. മിഠായിയാണ്, ചോക്ലേറ്റ്, പിന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റ് ആണ് ഒരു പെട്ടി. പിന്നെ ഒക്കെ അങ്ങോട്ട് ഇരിക്കും വീട്ടിലോട്ട്. ഇത് 2 കവർ ബിസ്ക്കറ്റ് ആണ്. അൽഹംദുലില്ലാ. ഇതാ കിൻഡർ ജോയ് ഉണ്ട് മക്കൾക്ക്. ബിസ്ക്കറ്റ് കിൻഡർ ജോയ് 2. പിന്നെ ഈത്തപ്പഴം ഉണ്ട്, അൽഹംദുലില്ലാ. പിന്നെ ഹോർലിക്സ് ഉണ്ട്. പിന്നെ ഇതൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ആണ് കിട്ടുന്ന പോലെ. പിന്നെ ഇതും ഒരു ബിസ്ക്കറ്റ് ആണ്. 3 കിൻഡർ ജോയ്, അതായത് 3 മക്കൾക്ക് 3 കിൻഡർ ജോയ് ഉണ്ട്. പിന്നെ ഇത് ഗാലക്സിയുടെ ഒരു പെട്ടി ചോക്ലേറ്റ് ആണ്. തുടരുത് മക്കൾ അവിടെ തന്നെ ഇരിക്കണേ കേട്ടാ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ദാ ഡ്രസ്സാണ്. അവരെ പിടിച്ചാൽ അവരെ കൂടെ പിടിച്ചാൽ സന്തോഷം. ദാ ടീഷർട്ട് അവരെ പാകത്തിനുള്ളത് തന്നെ. ഇത് മോൾക്കാണോ എന്തോ എനിക്ക് അറിയില്ല, നീ തന്റെ അടുത്ത് ചോദിക്കണം. ദാ അടുത്തൊരു ടീഷർട്ട്, മാഷാ അല്ലാഹ്. പിന്നെ ദാ ഒരു പാന്റ്. ഇത് ആർക്കൊക്കെയാണ് ചോദിക്കണം, എനിക്ക് ആൺകുട്ടിയെ പെൺകുട്ടിയെ തിരിച്ചറിയാൻ പറ്റൂല. പിന്നെ ഇത് മസ്റു മോൾക്കാണ് തോന്നുന്നത്. അല്ല മാഷാ അല്ലാഹ്, നല്ല ക്വാളിറ്റി ഉള്ളത് മസ്റു മോൾക്ക്. ദാ സൂപ്പർ, മാഷാ അല്ലാഹ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇത് എവിടെ നിന്നാണെന്ന് അറിയാമോ? നാനോ ബേബി മോള്, പെരിന്തൽമണ്ണ റോഡ്, മലപ്പുറം. അൽഹംദുലില്ലാ. പിന്നെ ഇനി എന്തോ മക്കളെ പൊന്നെ മാറിക്കോ. ഞാൻ 2 ടീഷർട്ട് 2 പേർക്കായിരിക്കും. മസ്റു മോൾക്കാണ്. പാന്റ് ഒരാൾക്ക് പാന്റ്, ഒരാൾക്ക് 3/4. അത് കുട്ടിക്കായിട്ട് വീട് കാണുന്നു. ഇതൊരു ടോപ്പ്, ഇതൊരു പാന്റ്, അതിന്റെ ഷോളായിരിക്കും. ഷോള് മാഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ വല്ലാതെ അങ്ങ് സന്തോഷം തോന്നുന്നുണ്ട്. നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നമ്മൾ കൊടുത്തതല്ലെങ്കിലും അവരുടെ ആ ഒരു സന്തോഷം നമുക്കും കൂടി അങ്ങ് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഈ മക്കൾ ഇത് കിട്ടുമ്പോഴുള്ള ആ ഒരു ആഹ്ലാദ പ്രകടനം എന്ന് പറയുന്നത്
ശരിക്കും പറഞ്ഞാൽ ആ ഒരു 50 രൂപയുടെ 60 രൂപയുടെ ആയിക്കഴിഞ്ഞാലും ആ ഒരു പ്രോഡക്റ്റിന് അതിനേക്കാൾ അധികം ഇരട്ടിയാണ് അതിൻ്റെ മൂല്യം വരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 5000 രൂപയുടെ ഒക്കെ സാധനമായിരിക്കും കൊടുത്തയച്ചിട്ടുണ്ടാവുക. എന്നാലും അതിൻ്റെ ആ ഒരു മൂല്യം എന്ന് പറയുന്നത് ശരിക്കും ആ കൊടുത്തയച്ച ആൾ പോലും വിചാരിച്ച് കാണില്ല. അവരത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അതൊരു നിധി കിട്ടിയ പോലെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് കാണില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോഴൊക്കെ നമുക്ക് അത് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ആ സന്തോഷം നമ്മുടെ മുഖത്ത് കൂടി ഒരു പ്രസന്നത ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ മക്കളുടെ ആ ഒരു പ്രോഡക്റ്റ് കിട്ടിയ ആ ഒരു സന്തോഷം ഒന്ന് കാണാം. സങ്കടം കാരണം എന്റെ മക്കൾക്ക് ആരുമില്ലാത്തൊരവസ്ഥയിൽ ഇവിടം വരെ എത്തി. മക്കളെ വറക്കത്താണ് എപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് മക്കളെ വറക്കത്താണ്. ഞാനും ഉമ്മയും കൂടെ സാധനം മേടിക്കാൻ ആട്ടോയിലാണ് പോയത്. പിന്നെ സന്തോഷമായ എന്റെ മക്കൾക്ക് സന്തോഷമായി എന്ന് പറയേ. ഇത്രയാണ് നമുക്ക് കിട്ടിയ സാധനങ്ങള്. അൽഹംദുലില്ലാ. ഈ കടപ്പാട് എനിക്ക് അറിയില്ല. ഒരു 26-ാം തീയതി ഉംറയ്ക്ക് പോവുകയാണ്. എന്റെ മോനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. തുടരുത്, എല്ലാം മടക്കി വെക്കണം. എന്റെ മക്കൾക്ക് ഒരു ഉടുതുണി ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന റബ്ബിന്റെ അടുത്ത് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഓരോ വാപ്പച്ചി അവർക്ക് എടുത്തുവിട്ട ഷർട്ടുകളൊക്കെയാണ് വിറ്റേക്കുന്നത്. വാപ്പച്ചി എപ്പോഴും മക്കൾക്ക് ഒരുപോലൊക്കെ എടുക്കാനാണ് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ എനിക്ക് സങ്കടം വന്നിട്ടുണ്ടെന്നറിയാമോ? രണ്ടുപേർക്കും പച്ച. ആരും എല്ലാരും മക്കളെ സ്നേഹിക്കുന്നവരുണ്ട് ഒരുപാട് പേര്. ഇനി ഞാൻ പറഞ്ഞൊരു കരയും. പിന്നെ ദാ മോൾ മാറിന്നോട് പൊന്ന മസൂർ ഡ്രസ്സ് മാറു പൊന്ന. മക്കളെ അൽഹംദുലില്ലാ പറഞ്ഞോട് മക്കളെ. ഒരു കളിപ്പാട്ട ഫോട്ടോ അതിനും ഉണ്ടാടാ. ഇല്ല, ഇത് കളിപ്പാട്ട ഇല്ലടാ. ഇതുണ്ടാ, ഇതുണ്ട്. ആ ഒന്നത്തച്ചിക്ക് കൊടുക്കണം. ഒന്നത്തച്ചിക്കാണ് നമ്മള് മിക്കവാറും 26-ാം തീയതി ഇൻഷാല്ലാ താമസാവും. അതിനുള്ള പണിയാണ്. അൽഹംദുലില്ലാ. ഇവരുടെ ഈ ഒരു സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്നു. അതുപോലെ തന്നെ അവരുടെ ഹൗസ് വാമിങ് ഇപ്പം നടക്കുന്നുണ്ട്. ഏകദേശം 26-ാം തീയതിയാണ് മറ്റോ ഒന്ന് ഹൗസ് വാമിങ് വരുന്നത്. അപ്പോൾ ആ ഒരു ക്ഷണനവും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞോട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെയധികം സന്തോഷം. നല്ല രീതിയിൽ തന്നെ അവരും ജീവിക്കട്ടെ. അവരുടെ ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് തന്നെ ഇപ്പം തെളിയുന്നുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു വീഡിയോയിലുള്ള സങ്കടഭാവം ഒന്നുമല്ല ഇപ്പോൾ വീഡിയോയിലുള്ളത്. വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെ പോട്ടെ, അൽഹംദുലില്ലാ. അത് കേൾക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്കും സന്തോഷം തന്നെയല്ലേ. അപ്പം നമ്മളാലാവുന്ന ചെറിയ സഹായമെങ്കിലും ഇതുപോലുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബർക്കത്തൊന്ന് വേറെ തന്നെയാണ്. ഇപ്പോൾ ഉംറക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്ന ആ ഒരു ഇത്ത ചെയ്തു കൊടുത്ത് ഇത് വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ അവർക്ക് ചെയ്തു കൊടുത്തേക്കുന്നത്. ഒരുപാട് സമ്മാനങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ ആവട്ടെ. നമ്മളാലാവുന്നത് ചെറിയ ചെറിയ സഹായമെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നവർ ചെയ്തു കൊടുക്കുന്നത്. അത് കഴിയുന്നില്ലെങ്കിൽ ഇവരുടെ ചാനലിൽ പോയിട്ട് അവരുടെ ഓരോ വീഡിയോസും ഒരു ചെറിയ 1-2 തവണയെങ്കിലും ഓപ്പൺ ചെയ്ത് വെച്ചാലെങ്കിൽ അവർക്കൊരു സഹായമാവും. അതിലൊരു വരുമാനം കണ്ടെത്താൻ വേണ്ടി അവർക്കാവും. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കണം എന്ന് വിചാരിച്ചു. ഇവരുടെ ചാനലിൻ്റെ പേര് മസ്റൂറ ഫാത്തിമ എന്നാണ്. അർഹതപ്പെട്ടവൻ്റെ കരങ്ങളിലേക്കാണ് നമ്മുടെ ഒരു പണമായാലും ഇനി എന്തെങ്കിലും ഒരു സഹായമായാലും എത്തിച്ചേരാൻ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഇതുപോലുള്ള ആളുകൾക്ക് ഒരു സഹായം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.